എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, ആവർത്തിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ആറ്റോമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ അതായത് പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, എലിമെൻറ്റ്സ് ഒരു ടേബിളായിട്ട് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസുള്ള എലിമെൻറ്റ്സ് വെർട്ടിക്കൽ കോളത്തിൽ വരുന്നു നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ്, ആവർത്തിക്കുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ട്രെൻഡ് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് വേരീസ് വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ വെൻ വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം, വാട്ട് ഹാപ്പൻ ടു ദാറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെ പറയുന്നതാണ് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദ പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ ആർ കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്, ആവർത്തിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽ ആറ്റത്തിനെ സംബന്ധിക്കുന്ന പ്രോപ്പർട്ടീസാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ, അതുപോലെ അയണൈസേഷൻ എൻതാൽപ്പി, അയണിക ഊർജ്ജം പഠിച്ചിട്ടുണ്ടാവും. അയണൈസേഷൻ എൻതാൽപ്പി, അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ പോസിറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ സംബന്ധിക്കുന്ന പ്രോപ്പർട്ടീസാണ്. ഒരാറ്റത്തിൻ്റെ റേഡിയസ്, ഒരാറ്റത്തിൻ്റെ അയണൈസേഷൻ എനർജി, ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടീസിനെ പറയാം ആറ്റോമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അതേസമയം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. അതൊക്കെ ഒന്നിലധികം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് അതിന് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഒരു ആറ്റത്തിന് മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ ഇപ്പം പറയുന്ന പ്രോപ്പർട്ടീസ് ഒരു ആറ്റത്തിനെ സംബന്ധിക്കുന്ന പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് ആറ്റോമിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതാണ് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് വണ്ണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റത്തിൻ്റെ റേഡിയസ്, ആറ്റത്തിൻ്റെ ആരം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായിരിക്കും, ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഇലക്ട്രോണുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് അറ്റോമിക് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള അകലത്തെ പറയുന്നതാണ് atomic radius. It is defined as the distance from the center of the nucleus to the outermost shell having electrons. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള, ഇലക്ട്രോണുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആറ്റത്തിന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ്, അത്രയും ചെറുതാണ്. അതിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണാണുള്ളത്. ഇലക്ട്രോണുകൾ ഒരു ക്ലൗഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്കറിയാം. അതിന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഫിക്സഡ് ബൗണ്ടറി ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിക്സഡ് ബൗണ്ടറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അർത്ഥം. അതായത് വേർ ഡു യു സ്റ്റാർട്ട് ഫ്രം മെഷറിങ് ഫ്രം, എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ദ ഇലക്ട്രോൺ ക്ലൗഡ് ഡസൻറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എഡ്ജ്. നമ്മൾ 1s ഓർബിറ്റിലൊക്കെ നമ്മൾ വരച്ചപ്പോൾ നമുക്കറിയാം ഒരു ക്ലൗഡായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബൗണ്ടറി അവിടെ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ആറ്റങ്ങളെല്ലാം നമുക്കറിയാം കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് എപ്പോഴും കാണപ്പെടുക. അപ്പോൾ ഹൈഡ്രജൻ ഒരിക്കലും ഒരു സിംഗിൾ ആറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും മറ്റ് ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് കമ്പൈൻ ചെയ്ത് H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, ഹൈഡ്രജൻ മോളിക്യൂളായിട്ട്. അല്ലെങ്കിൽ ഹൈഡ്രജൻ മറ്റ് ആറ്റങ്ങളായിട്ട് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടായിട്ട് മാറും. ഇപ്പോൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും, അല്ലെങ്കിൽ സൾഫറായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡായിട്ട് മാറും, ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്താൽ ഹൈഡ്രജൻ ക്ലോറൈഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെ എല്ലാ ആറ്റങ്ങളും എപ്പോഴും കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് ഈ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാം. അതായത് ആറ്റോമിക് റേഡിയസ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് cannot be determined. So it is expressed in the following methods. അപ്പോൾ ഈ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ റേഡിയസ് ഇങ്ങനെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 രീതിയിലാണ് അത് മെഷർ ചെയ്യുക. ഒന്ന് കോവലൻ്റ് റേഡിയസ്, മറ്റൊന്ന് സെക്കൻഡ് വൺ ഈസ് മെറ്റാലിക് റേഡിയസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് വാൻ ഡെർ വാൾസ് റേഡിയസ്. 3 രീതിയിൽ നമ്മൾ റേഡിയസ് മെഷർ ചെയ്യും. കോവലൻ്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ആൻഡ് വാൻ ഡെർ വാൾസ് റേഡിയസ്. ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അറിയണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കോവാലൻ്റ് റേഡിയസ്. ഫസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയസാണ് കോവാലൻ്റ് റേഡിയസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ എപ്പോഴും 2 ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ടാണ് കമ്പൈൻ ചെയ്തത്. ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ മറ്റൊരു ഹൈഡ്രജനായിട്ട് കോവലൻ്റ് ബോണ്ട് വഴിയാണ്, സഹസംയോജക ബന്ധനം വഴിയാണ്, ഷെയറിങ് വഴിയാണ് അവിടെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മിക്കവാറും മോളിക്യൂളുകളൊക്കെ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രജൻ, നോൺ മെറ്റലുകളൊക്കെ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, അയഡിൻ, ബ്രോമിൻ, ഇങ്ങനെയുള്ള മോളിക്യൂളൊക്കെ ഇങ്ങനെ ഡയാറ്റമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഒരാറ്റം മറ്റൊരാറ്റമായിട്ട് ഇങ്ങനെ കോവലൻ്റ് ബോണ്ട് വഴി അവ ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ്, ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് കാണുന്നതാണ്. അതുപോലെ ഈ വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് പറയാം ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഈ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് എക്സ്റേ ഡൈഫ്രാക്ഷൻ ടെക്നിക്ക് വഴി നമുക്ക് മെഷർ ചെയ്യാം, സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്ക് വഴി നമുക്ക് മെഷർ ചെയ്യാം. ഈ ഡിസ്റ്റൻസ് മെഷറബിൾ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണോ റേഡിയസ്? അല്ല, ഇതിൻ്റെ ഏകദേശം പകുതിയായിരിക്കും നമുക്ക് പറയാം ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് 2 ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഹാഫായിരിക്കും, ഇതിൻ്റെയും ഇവിടെയും ഹാഫായിരിക്കും വാസ്തവത്തിൽ അതിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ റേഡിയസിനെ പറയുന്നതാണ്, ഇങ്ങനെ മെഷർ ചെയ്യുന്ന റേഡിയസിനെ പറയുന്നതാണ് കോവലൻ്റ് റേഡിയസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി half of the internuclear distance between 2 covalently bonded atoms by single bonds. It is the half of the internuclear distance between 2 covalently bonded atoms. But it is used to express the atomic radius of non-metal atoms. അലോഹങ്ങളിലാണ് ഇത് സാധാരണ കോവലൻ്റ് റേഡിയസ് പറയാം. ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ പോലെയുള്ള മോളിക്യൂളുകളിലാണ് സാധാരണഗതിയിൽ ഇത് നമ്മൾ പറയാം. സാധാരണഗതിയിൽ പൈക്കോമീറ്ററിലാണ്, വളരെ സ്മോൾ ആയതുകൊണ്ട് പൈക്കോമീറ്ററിലാണ് ഇത് നമ്മൾ മെഷർ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോറിനിൽ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 198 പൈക്കോമീറ്ററാണ്. ഇത് നമുക്ക് മെഷർ ചെയ്യാം. ക്ലോറിനാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 198 പൈക്കോമീറ്ററാണ് നമുക്ക് കിട്ടി. അത് മെഷറബിളാണ്. എക്സ്റേ ഡൈഫ്രാക്ഷൻ ടെക്നിക്ക് വഴി നമുക്ക് മെഷർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും, 198/2 ആയിരിക്കും അതിൻ്റെ കോവലൻ്റ് റേഡിയസ്. അതായത് 99 പൈക്കോമീറ്റർ ആയിരിക്കും ക്ലോറിൻ്റെ കോവലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് കോവലൻ്റ് റേഡിയസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസ്. അടുത്തത് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന് നമുക്ക് കോവലൻ്റ് റേഡിയസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കോവലൻ്റ് റേഡിയസ് എന്ന് പറയാൻ പറ്റില്ല. മെറ്റൽസിലെ മെറ്റൽ അയോൺസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ കോപ്പർ മെറ്റൽ, അപ്പോൾ അതിന് നമ്മളൊരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെയുള്ള ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. കോപ്പറിൻ്റെ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. അയോൺസ് Cu2+ എന്ന് പറഞ്ഞാൽ അയോൺസിന് അതുപോലെ ഇലക്ട്രോണുകളും ഇതിലിങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള മെറ്റലുകളുടെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇവിടെയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നെയ്ബറിങ് ആയിട്ടുള്ള മെറ്റൽ അയോൺസിൻ്റെ ഡിസ്റ്റൻസ്, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോവലൻ്റ് റേഡിയസിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത് കൂടുതലായിരിക്കും മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് മെറ്റാലിക് അയോൺസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ. മെറ്റൽ ക്രിസ്റ്റലിലെ തൊട്ടടുത്തുള്ള മെറ്റാലിക് അയോൺസിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ് മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്.
അടുത്തത് വാണ്ടർവാൾസ് റേഡിയസ് ആണ്. വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെറ്റൽസും കണ്ടു, നോൺ മെറ്റൽസും കണ്ടു. ഇനി ഇപ്പോൾ നമ്മൾ ഹീലിയം ഒക്കെ നോക്കുക. ഹീലിയം ആണെങ്കിൽ അവ മോളിക്യൂൾ ഫോം ചെയ്യില്ല, അപ്പോൾ മറ്റ് ഹീലിയായിട്ട് കമ്പൈൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് റേഡിയസ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ആകെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ഇതൊരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളാണെങ്കിൽ ഏറ്റവും അഡ്ജസൻറ്റ് ആയിട്ട് വരുമ്പോൾ, ഏറ്റവും തൊട്ടടുത്ത് വരുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പോൾ ഹീലിയം ആണെന്ന് വിചാരിക്കുക, ഒരു വേറൊരു ആറ്റം, രണ്ട് ആറ്റങ്ങളിൽ ഏറ്റവും അടുത്ത് വരുന്ന ഡിസ്റ്റൻസ്, അപ്പോൾ അത് തമ്മിലുള്ള ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാസ്തവത്തിൽ കോവലൻ്റ് റേഡിയസ് ആണ്. അതേസമയം രണ്ട് കോവലൻ്റ് മോളിക്യൂൾസ് തൊട്ടടുത്ത് ഏറ്റവും മാക്സിമം അടുത്ത് വരിക, കാരണം ഇത് ഇലക്ട്രോൺ ക്ലൗഡ് നെഗറ്റീവ് ചാർജ് ആണ്, ഇതിൻ്റെ നെഗറ്റീവ് ചാർജിനാവും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അടുത്ത് വരുള്ളൂ. അതിനേക്കാൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൽഷനാണ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം അടുത്ത് വരുന്ന ഡിസ്റ്റൻസിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, ഈ ഡിസ്റ്റൻസിലും /2 ആയിരിക്കും. അപ്പോൾ അതിനെ പറയുന്നതാണ് വാണ്ടർവാൾസ് റേഡിയസ്. അപ്പോൾ സാധാരണഗതിയിൽ ഇനർട്ട് ഗ്യാസുകളായിട്ടുള്ള ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, അതിലൊക്കെയാണ് സാധാരണ വാണ്ടർവാൾസ് റേഡിയസ് മെഷർ ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് മോളിക്യൂളുകളിൽ നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അത് കോവലൻ്റ് റേഡിയസ് അല്ല, നമ്മൾ മെഷർ ചെയ്യുന്ന തൊട്ടടുത്തുള്ള രണ്ട് മോളിക്യൂളുകളിലെ ന്യൂക്ലിയസ്, ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. ഏറ്റവും അടുത്ത് വരുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ ഹാഫാണ് വാസ്തവത്തിൽ വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. ആറ്റോമിക് റേഡിയസൊക്കെ പൈക്കോമീറ്ററിലെ ആംസ്ട്രത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ മെഷർ ചെയ്യുക. അത് എക്സ്റേ ഡൈഫ്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴിയൊക്കെ ആണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇതാണ് വാണ്ടർവാൾസ് റേഡിയസ്. അപ്പോൾ 3 തരത്തിൽ ഉള്ള റേഡിയസുകളുണ്ട്: കോവലൻ്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ആൻഡ് വാണ്ടർവാൾസ് റേഡിയസ്. അതിൻ്റെ വേരിയേഷനാണ് നമുക്ക് അറിയേണ്ടത്. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ ഗ്രൂപ്പ് ആൻഡ് എ പീരീഡ്. അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതാണ്. What happens when we move from left to right across a period in the periodic table, or when we move from top to bottom, what happens? ഇപ്പോൾ ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൽ ഒരു തേർഡ് പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം, അതുപോലെ അലുമിനിയം, മഗ്നീഷ്യം, അലുമിനിയം, അതുപോലെ സിലിക്കൺ, സൾഫർ, അങ്ങനെയുള്ള സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തേർഡ് പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശ സൈസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് സോഡിയത്തിനേക്കാൾ സൈസ് കുറവാണ് മഗ്നീഷ്യത്തിന്, അതിനേക്കാൾ റേഡിയസ് കുറവാണ് അലുമിനിയത്തിന്. അപ്പോൾ അതായത് വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ്, ദി അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ഇസ് ദ റീസൺ? When we move from left to right across a period, atomic radius decreases. What is the reason? എന്തായിരിക്കും? അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ 11 ഇലക്ട്രോൺസ് ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുണ്ട്. അപ്പോൾ ഇവിടെ 11 ആണ്. ഇവിടെ എത്തുമ്പോൾ പോസിറ്റീവ് ചാർജ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തു, 12 ആയി. വീണ്ടും പോസിറ്റീവ് ചാർജ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തു. അതായത് ന്യൂക്ലിയർ ചാർജ് ഓരോ എലിമെൻറ്റിൽ നിന്ന് തൊട്ടടുത്ത എലിമെൻറ്റിലേക്ക് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 13 ആണ്, ഇവിടെ 14 ആയി, ഇവിടെ 15. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം ഇലക്ട്രോണുകൾ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2, 2s2, 2p6, 3s1. ഇത് 3s2. അത് കഴിഞ്ഞാൽ 3pയിലാണ് ഇവിടെ പ്രോഗ്രസീവ് ആയിട്ട് ഫിൽ ചെയ്യുന്നത്. 3p1, 3p2, 3p3, 3p4, 3p5, 3p6. അപ്പോൾ എല്ലാത്തിലും 3യിലാണ്, തേർഡ് ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നത്. അത് പുതിയ ഷെല്ലുകളൊന്നും വരുന്നില്ല, പുതിയ ഷെല്ലുകളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സെയിം ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതേസമയം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ഓരോ എലിമെൻറ്റിൽ മറ്റൊരു എലിമെൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് ഡിക്രീസസ്. ദാറ്റ് ഈസ് ദ അറ്റോമിക് സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. This is because in a period the electrons are added to the same valency shell. Thus the number of shells remains same, but the effective nuclear charge increases. So the atomic radius decreases. ഇതാണ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം.
അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് സെയിം തന്നെ, ബട്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, സോ ദ ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ഇതിൽ അവസാന ആർഗണിന് കുറച്ച് സൈസ് കുറച്ച് കൂടുതൽ കാണിക്കാറുണ്ട്, കാരണം അവിടെ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. അടുത്തത് നമുക്കറിയേണ്ടത് വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഒരു ഗ്രൂപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രൂപ്പിൽ നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം, when we move from top to bottom in a group, atomic size increases. Atomic size increase ചെയ്യും. അപ്പോൾ എന്തായിരിക്കും കാരണം? നമുക്കറിയാം ഓരോ പീരീഡും നമുക്കറിയാം ഓരോ പുതിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് പുതിയ ഷെല്ലുകൾ ഇവിടെ ഉണ്ടാവുകയാണ്, പുതിയ ഷെല്ലുകൾ. അപ്പോൾ പുതിയ ഷെല്ലുകൾ വരുമ്പോൾ അതിനനുസരിച്ച് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. അതേസമയം ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസ് കുറയേണ്ടതാണ്, പക്ഷേ അതിനേക്കാൾ ഇഫക്റ്റ് കൂടുതൽ ഈ ഷെല്ലിൻ്റെ എണ്ണം കൂടുതലാണ്. അതിൻ്റെ ഇഫക്റ്റാണ് ന്യൂക്ലിയർ ചാർജിനേക്കാൾ കൂടുതൽ. കാരണം ഇവിടെ ഷെല്ലുകൾ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിക്കൽ അട്രാക്ഷൻ കാര്യമായിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ന്യൂക്ലിയസിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിനും ഇടയ്ക്കായിട്ട് ഇൻ ബിറ്റ്വീനായിട്ട് അവിടെ ഇലക്ട്രോണുകളുണ്ട്. ഓർബിറ്റലിലെ ഇലക്ട്രോണുകൾ അവ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജിനെ ഷീൽഡ് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്നതാണ് ഷീൽഡിങ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് ദ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ദിസ് ഈസ് ബിക്കോസ് ദ increasing number of shells and shielding effect. That is, atoms with a higher atomic number, the inner electrons partially shield the attractive force of nucleus. So, the outer electrons do not experience the full attraction of the nucleus, and this is known as shielding effect or screening effect. അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂ ഷെല്ലുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂ ഷെൽസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് when we move from one element to other element from top to bottom. At the same time, effective nuclear charge decreases due to the shielding effect or screening effect of the inner electrons. അപ്പോൾ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ സ്ക്രീനിങ് ഇഫക്റ്റ് കാരണം ന്യൂക്ലിയസിൻ്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫുൾ സ്ട്രെങ്തോട് കൂടിയിട്ട് ഔട്ടർ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് ന്യൂക്ലിയസിനും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിന് ഇടയ്ക്കായിട്ട് ഇന്നർ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള ഓർബിറ്റലുകളുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. അവ അവയെ ഷീൽഡ് ചെയ്യും, ന്യൂക്ലിയസിൻ്റെ ചാർജിനെ ഷീൽഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് when we move from top to bottom, the atomic radius increases. അപ്പോൾ from left to right decreases, from top to bottom increases. ഇനി ഹലജൻസിനെ സാധാരണഗതിയിൽ കുറച്ച് സൈസ്, ഇനർട്ട് ഗ്യാസസിന് സൈസ് കുറച്ചുകൂടി കൂടുതലാണ് ഹലജൻസിനെ അപേക്ഷിച്ച്. അപ്പോൾ അതിന് കാരണം നമ്മൾ പറഞ്ഞു, അവിടെ വാണ്ടർവാൾസ് റേഡിയസ് ആണ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുമാത്രമല്ല, പിന്നെ അവിടെ ഒരു എക്സ്പാൻഷനും വരുന്നുണ്ട്. കാരണം അതൊരു കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഒരു എക്സ്പാൻഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്കും പി ബ്ലോക്കിലെ എലിമെൻസിൻ്റെ ഒരു അറ്റോമിക് റേഡിയസിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ താഴേക്ക് വരുന്നവരും എല്ലാ ഗ്രൂപ്പിലും നമുക്ക് കാണാനുണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യുന്നതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഹലജൻസിനാണ്, ആൽക്കലി മെറ്റൽസിനാണ് ഏറ്റവും സൈസ് കൂടുതലും, ഹലജൻസിനാണ് സൈസ് കുറവ്. അതിനേക്കാൾ അല്പം കൂടുതലാണ് ഇനർട്ട് ഗ്യാസിന്. കാരണം നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് വാണ്ടർവാൾസ് റേഡിയസ് ആണ്. ഇനർട്ട് ഗ്യാസസ് we measure the van der Waals radius. At the same time here we measured the covalent radius. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സൈസ്, ഓരോ ആറ്റങ്ങളുടെയും സൈസിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറ്റോമിക് റേഡിയസ് 3 ടൈപ്പ് ഉണ്ട്: കോവലൻ്റ്, മെറ്റാലിക്, വാൻ ഡെർ വാൾസ് റേഡിയസ്. അതിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ what happens when we move from left to right across the period, and when we move from top to bottom. Periodicity in properties. Atomic radius when we move from left to right decreases, when top to bottom increases. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.